ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ അരവിന്ദൻ തന്നെ ചോറൊക്കെ എടുത്തുകൊണ്ട് എല്ലാവർക്കും വാരി കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ കാവേരി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക. എവിടെ അച്ഛൻ്റെ കള്ളിപ്പൂച്ച? അച്ഛൻ്റെ കള്ളിപ്പൂച്ച മാത്രം ചോറ് മേടിച്ചില്ലല്ലോ. അച്ഛൻ്റെ നീലമയിലും പുള്ളിക്കുയിലും കുഞ്ഞിത്താറാവും ഒക്കെ ചോറ് മേടിച്ചു, കള്ളിപ്പൂച്ച മാത്രം മേടിച്ചില്ല. എവിടെ അച്ഛൻ്റെ കള്ളിപ്പൂച്ച എന്നിങ്ങനെ വീണ്ടും പറയുമ്പം കാവേരി അടുത്തേക്ക് ചെല്ലും. എന്നിട്ട് വാ തുറന്ന് കാണിക്കേ. അപ്പം നമ്മുടെ അരവിന്ദ് ചോറ് കൊടുക്കാതെ മാറ്റിക്കൊണ്ടു. അച്ഛാ, എന്നെ പറ്റിക്കാതെ എന്നും പറഞ്ഞ് കാവേരി അരവിന്ദൻ്റെ കൈ വലിച്ച് സ്വന്തം വായിക്കൊണ്ട് ചോറ് കഴിക്കും കേട്ടോ. എന്നിട്ട് എല്ലാവരും സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക. അപ്പം അതൊക്കെ കണ്ടുകൊണ്ടാണ് ശാരദ അങ്ങോട്ട് വരുന്നത്. നീ എന്താ ശാരദ മാറി നിൽക്കുന്നേ? നീ ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞ് അരവിന്ദൻ ശാരദയ്ക്കും വാരി കൊടുക്കും കേട്ടോ. അപ്പം എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ കൂടിയിരിക്കുക. അന്നേരം ശാരദ മക്കൾക്കൊക്കെ ഉമ്മ കൊടുക്കുകയാണ്. തിരിച്ച് മക്കൾ പേരും കൂടെ അവരുടേതായ സന്തോഷ നിമിഷങ്ങളൊക്കെ ഇങ്ങനെ പങ്കിട്ട് സന്തോഷത്തോടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കാണുന്ന മുത്തശ്ശിയും നോക്കി നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അച്ഛൻ എന്തെങ്ങനെ ആലോചിച്ചു കൂട്ടുന്നേ എന്നൊക്കെ അപ്പം പെട്ടെന്ന് നീള ചോദിക്കും. ഒന്നുമില്ല മോളെ, അച്ഛൻ എന്തൊക്കെയാ ആലോചിക്കാനുള്ളത്? നിങ്ങളുടെയൊക്കെ കല്യാണക്കാര്യം, പിന്നെ എൻ്റെ യമുന മോള് പഠിച്ച് കളക്ടർ ആവുന്നത്, അച്ഛനും കളക്ടറേറ്റിൽ വന്ന് താമസിക്കുന്നതും ഒക്കെ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു എന്നൊക്കെ പറയാണ്. അപ്പം പെട്ടെന്ന് നീള ചോദിക്കും, നമ്മളാണോ ഈ പുഷ്പവാടിയിലെ ഏറ്റവും വലിയ പണക്കാര്? ക്ലാസ്സിലെ കൂട്ടുകാരികളൊക്കെ അങ്ങനെ പറഞ്ഞല്ലോ, ആണോ? അങ്ങനെ പറഞ്ഞോ എന്ന് അപ്പം അരവിന്ദൻ ചോദിക്കും കേട്ടോ. അപ്പം പെട്ടെന്ന് കാവേരി പറയും, അങ്ങനെ പറയുവാണെങ്കിൽ മാറ്റാനൊന്നും നിൽക്കണ്ട നീ എന്നിങ്ങനെ പറയും കേട്ടോ. പെട്ടെന്ന് ഗംഗയും പറയും, അതെ അങ്ങനെയാകുമ്പം കുട്ടികളുടെയൊക്കെ ഇടയ്ക്ക് നിനക്കൊരു ബഹുമാനം കിട്ടുമെന്നേ, നീ ആയിട്ടിത് മാറ്റാനൊന്നും നിൽക്കണ്ട. ആണോ അച്ഛാ? നമ്മൾ കാശുകാരാണോ? പിന്നെ നമ്മൾ കാശക്കാരായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ അച്ഛൻ പോയി മരുഭൂമി പോയി കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത്? നിങ്ങൾ സന്തോഷത്തോടെ എല്ലാവരുടെ ഇടയ്ക്ക് അഭിമാനത്തോടു കൂടി ജീവിക്കണം, അതായി അച്ഛൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്നൊക്കെ അരവിന്ദൻ പറയുവാണ്. ഇപ്പം യമുന പറയും, അച്ഛൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഞങ്ങൾ ഇതുവരെയും കൊണ്ടുപോയിട്ടില്ലല്ലോ. മോളെ, ഈ പുഷ്പവാടിയുടെ അത്ര ഭംഗിയുള്ള സ്ഥലമൊന്നും അച്ഛൻ ഒരിടത്തും കണ്ടിട്ടില്ല. അത്ര ഭംഗിയാണ് ഇവിടെ. മോക്കറിയോ, ദൈവം ഈ ലോകം സൃഷ്ടിച്ചപ്പം ഓരോ സ്ഥലത്തും ഓരോ വസ്തുക്കൾ വെച്ചു കൊടുത്തു. ഒരിടത്ത് കുന്നാണെങ്കിൽ മറ്റൊരിടത്ത് പുഴ, കാട്, അങ്ങനെ ഓരോന്നും. അവസാനം ദൈവം കാണുന്ന ഈ കൊച്ചു കേരളം സൃഷ്ടിച്ചില്ലല്ലോ എന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ കയ്യിൽ അവിടെ മാത്രം പ്രത്യേകിച്ച് വെച്ചു കൊടുക്കാൻ ഒന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്തു? എല്ലായിടത്തും വെച്ച സാധനങ്ങളെല്ലാം കൂടി ഇവിടെ കൊണ്ട് ഈ കുറേശ്ശെ ദൈവം അങ്ങ് വെച്ച് പിടിപ്പിച്ചു. കുന്നുകളും മലകളും കാടും പുഴയും വയലും അങ്ങനെയെല്ലാം. അങ്ങനെ നമ്മുടെ കൊച്ചു കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടായി. അത്ര ഭംഗിയുള്ള നാടായി. ഈ ഭംഗിയൊന്നും ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും കിട്ടത്തില്ല. അച്ഛൻ പോയി കഷ്ടപ്പെടുന്ന മരുഭൂമിയൊന്നും കണ്ട മോക്ക് ഒരിക്കലും അവിടെ നിൽക്കാൻ പോലും തോന്നില്ല എന്ന് പറയേ. അപ്പോൾ കാവേരി പറയും, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല അച്ഛാ. എത്ര മരുഭൂമിയാണെങ്കിലും അച്ഛൻ പണിയെടുക്കുന്ന സ്ഥലമല്ലേ, അത് ഞങ്ങൾക്ക് സ്വർഗമാണ്. ഞങ്ങളൊരു ദിവസം കാണാൻ അച്ഛൻ കൊണ്ടുപോകണം കേട്ടോ എന്ന് പറയാം. എൻ്റെ മക്കളുടെ ആഗ്രഹമല്ലേ, ഈ അരവിന്ദൻ സാധിച്ചു തരാതിരിക്കുമോ? ഉറപ്പായിട്ടും നിങ്ങളെ ഒരു ദിവസം ഞാൻ കൊണ്ടുപോകാം എന്ന് അരവിന്ദൻ യമുനോട് ചോദിക്കും. മോളെ, നീ പഠിച്ച് കളക്ടർ ആവുമോ? ഇനി അച്ഛൻ വരുമ്പം കളക്ടറുടെ വസതിയിലാണോ താമസിക്കാൻ പോകുന്നത് എന്ന് ചോദിക്കും. അതെ അച്ഛാ, അതിനുള്ള അവസരമൊക്കെ ഞാൻ ഉണ്ടാക്കും. ഞാൻ കഷ്ടപ്പെട്ട് പഠിക്കും, എന്നിട്ട് പഠിച്ച് കളക്ടർ ആവുകയും ചെയ്യും എന്ന് പറയാം. അപ്പം അച്ഛൻ വരുമ്പം യമുനേശ്വരുടെ വീട്ടിൽ മാത്രമേ പോവുള്ളൂ എന്ന് പെട്ടെന്ന് നിള ചോദിക്കും. അല്ല, അച്ഛൻ എല്ലാവരുടെയും വീട്ടിൽ പോകുമല്ലോ. അപ്പം പെട്ടെന്ന് ഗംഗ ചോദിക്കും, എൻ്റെ വീട്ടിലും വരില്ലേ? നിന്റെ വീട്ടിലും വരും. അപ്പം ശാരദ പറയും, നിന്റെ വീടെന്ന് പറയാൻ അതിനടുത്ത് തന്നെയല്ലേ, നീ സുജാതയുടെ വീട്ടിലായിരിക്കില്ലേ, അപ്പം പിന്നെ എളുപ്പമുണ്ടല്ലോ എന്ന് പറയാം. അപ്പം പെട്ടെന്ന് മുത്തശ്ശിയും പറയും, അതെ സുജാതയുടെ വീട് അവൻ എന്തായാലും എപ്പോൾ വേണേലും കയറി വരാവുന്ന വീടാ, അവൻ്റെ പെങ്ങളുടെ വീടല്ലേ എന്ന് പറയാം. അതിന് ഞാൻ വിനീതേട്ടനെ കല്യാണം കഴിച്ചാലല്ലേ ആ ബന്ധം ഉണ്ടാകാൻ പോകുന്നുള്ളൂ എന്ന് ചോദിക്കാം. പെട്ടെന്ന് മുത്തശ്ശി ചോദിക്കും, അല്ല നീ എന്താ പറഞ്ഞു വരുന്നേ? വിനീതിനെ അല്ലാതെ വേറെ ആരെയാ നീ കല്യാണം കഴിക്കാൻ പോകുന്നേ? നീ ജനിച്ചപ്പോൾ തന്നെ സുജാതയ്ക്ക് വാക്ക് കൊടുത്തതാ നിന്നെ വിനീതിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാന്ന്. എന്നിട്ട് അവളുടെ അഹങ്കാരം കണ്ടില്ലേ? നിനക്ക് വേറെ രാജകുമാരൻ ഇപ്പം വരൂടി എന്ന് മുത്തശ്ശി ദേഷ്യപ്പെട്ട് പറയും കേട്ടോ. അപ്പം അരവിന്ദൻ പറയും, അമ്മേ ഒന്ന് മിണ്ടാതിരിക്കുക, അവളെ ചുമ്മാ എന്തിനാ സങ്കടപ്പെടുത്തുന്നത് എന്ന് ചോദിക്കാം. അവളുടെ വർത്താനം കേട്ടില്ലേ അരവിന്ദ? അവൾ എന്താ ഇപ്പം പറയുന്നേ? ഇപ്പം വിനീതനില്ലാത്ത കുറ്റമില്ല പെണ്ണിന്. മര്യാദയ്ക്ക് അവനെ കൊണ്ട് എത്രയും പെട്ടെന്ന് ഇവളെ കെട്ടിച്ചു കൊടുക്കാൻ നോക്ക്. അത് കഴിയുമ്പോൾ ഇവളുടെ അഹങ്കാരമൊക്കെ അങ്ങ് തീർന്നോളും. അച്ഛാ, എനിക്ക് വിനീതേട്ടൻ്റെ കൂടെ കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ല അച്ഛാ. അതെന്താ മോളെ? അപ്പോൾ ശാരദൻ ചോദിക്കും, അവൻ എന്താണ് ഒരു കുറവ്? ഈ നാട്ടിൽ ഇത്രയും സൽസ്വഭാവിയായ ഒരു ചെറുക്കനുണ്ടോ? എത്ര നന്നായിട്ട് അവൻ കുടുംബം നോക്കുന്നത്. അച്ഛാ, വിനീതേട്ടൻ മോശമാണെന്നൊന്നും ഞാൻ പറയുന്നില്ലല്ലോ. വിനീതേട്ടനും തയ്യൽക്കാരൻ, ഞാനും തയ്യൽക്കാരി. ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ചാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? മുഖത്തോട് മുഖം നോക്കി തയ്യലിൻ്റെ കണക്കുകളും കാര്യങ്ങളും മാത്രം പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു ജീവിതമല്ല അച്ഛാ ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയാൻ. അപ്പം എല്ലാവരും ഗംഗ പറയുന്നതും കേട്ട് നോക്കി നിൽക്കുക. അപ്പം
അരവിന്ദൻ പറയും, എന്താ മോളുടെ ആഗ്രഹം? എനിക്ക് ഈ നാട്ടിൽ നിന്ന് പോകണം അച്ഛാ. ജനിച്ചപ്പോൾ തൊട്ട് ഇവിടെയല്ലേ, ഈ കുന്നും മലയും എസ്റ്റേറ്റും ഇതൊക്കെ മാറി ഞാൻ ആഗ്രഹിക്കുന്ന വേറൊരു ലോകം അച്ഛാ. ഇവിടെ നിന്നൊക്കെ പുറത്തു പോയി മറ്റൊരു ലോകത്ത് കുറച്ചും കൂടി ആഡംബരമായിട്ട് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കണം അച്ഛാ. പുതിയ ആൾക്കാർ, പുതിയ ബന്ധങ്ങൾ, ഇതൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവിടെ ഒരുപാട് ബന്ധങ്ങൾ വേണം എന്നെയും കാത്തിരിക്കുന്നത്. അതുപോലെ ഉയർന്ന നിലവാരത്തിലുള്ള ഒരു ജീവിതം, ഇതൊക്കെ അച്ഛാ ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ വിനീതേട്ടനെ കല്യാണം കഴിച്ചാൽ എൻ്റെ ജീവിതം ഒന്നുമില്ലാതായി പോവില്ലേ? അത് മാത്രമല്ല, ഈ നാട്ടിൽ നിന്ന് എനിക്ക് വേറൊരിടത്തേക്ക് പോകാൻ പോലും പറ്റില്ല. അച്ഛന് മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണേ. അപ്പം അതൊക്കെ ഇപ്പോൾ മുത്തശ്ശിക്ക് ദേഷ്യം വരും. ദേ അരവിന്ദ, ഇവള് പറയുന്നതും കേട്ടിട്ട് ഈ വാക്കുകൾക്ക് തുള്ളാനൊന്നും നീ നിന്നേക്കരുത്. സുജാതയ്ക്ക് വാക്ക് കൊടുത്തത് തെറ്റിക്കാനേ എനിക്ക് പറ്റില്ല. ഇവളെ പോലെ തന്നെ അവനും എൻ്റെ കൊച്ചുമോനാ. അവൻ കരയുന്നത് ഞാൻ കണ്ടു നിൽക്കില്ല. ആ ചെറുക്കന് ഇവളെന്ന് പറഞ്ഞ എത്ര ജീവനാണെന്നറിയാവോ? എന്നിട്ട് ഇവളുടെ അഹങ്കാരം കട്ടില്ലേ? അല്ല, ഇത്രയും സൽസ്വഭാവിയായ ഒരു ചെറുക്കനെ ഇപ്പോൾ ഇനി നിനക്ക് കിട്ടാൻ പോലും പറ്റില്ല. ഏതെങ്കിലും ഒരുത്തനെ നിന്റെ അച്ഛൻ ഇനി കണ്ടെത്തി തന്നാലും അവനൊക്കെ എന്തൊക്കെ സ്വഭാവ ദൂഷ്യങ്ങളുണ്ടെന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഇന്നത്തെ കാലത്തെ ചെറുക്കന്മാരുടെയൊക്കെ പല സ്വഭാവങ്ങളും നിനക്ക് കേൾക്കുന്നതല്ലേ വാർത്തകളിൽ? എന്നിട്ട് അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ? മര്യാദയ്ക്ക് എൻ്റെ കൊച്ചുമോനെ കെട്ടി സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ നോക്കിക്കോണം. അല്ലാതെ ഈ വക അഹങ്കാരം എടുക്കാനേ നിന്നാലേ ഞാൻ സമ്മതിച്ച് തരുമെന്ന് നീ കരുതിയേ വേണ്ട എന്നും പറഞ്ഞ് മുത്തശ്ശി പുറത്തോട്ടങ്ങ് ഇറങ്ങി പോകട്ടോ. അപ്പോൾ ശാരദ പറയും, അരവിന്ദേട്ടാ ഇത് വലിയ പ്രശ്നമാകും കേട്ടോ. അവൻ നല്ല പയ്യനല്ലേ, അവന് വാക്കും കൊടുത്തിട്ട് ഈ കുടുംബത്തിന് വേണ്ടി ആ ചെറുക്കൻ എന്തൊക്കെയാ ചെയ്തിരിക്കുന്നത്? അങ്ങനെയുള്ളപ്പം നമ്മൾ അവനെ ചതിക്കുന്നത് പോലെ ആവില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ഗംഗ പറയും, അച്ഛ ദയവ് ചെയ്ത് എന്നെ ഒന്ന് മനസ്സിലാക്കണം. വിനീതേട്ടനെ ഒരു ഭർത്താവിൻ്റെ സ്ഥാനത്ത് കാണാൻ എനിക്ക് പറ്റാഞ്ഞിട്ടാ അച്ഛ. എൻ്റെ ആഗ്രഹങ്ങളില്ലേ, എൻ്റെ ജീവിതമല്ലേ അച്ഛ. അവിടെ എനിക്ക് സന്തോഷം വേണ്ടേ? എനിക്ക് സന്തോഷം കിട്ടാത്ത ഒരാളുടെ കൂടെ ഞാൻ എങ്ങനെയാ അച്ഛ ജീവിക്കുന്നത്? വിനീതേട്ടൻ മോശമാണെന്നോ ദുഷ്ടനാണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എൻ്റെ മനസ്സിനും കൂടി ഉൾക്കൊള്ളാൻ പറ്റണ്ടേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം പെട്ടെന്ന് അരവിന്ദൻ പറയും, മോൾക്ക് അങ്ങനെ ആഗ്രഹമെങ്കിൽ നമുക്ക് വേറൊരാളെ നോക്കാം എന്ന് പറയാം. അപ്പോൾ ശാരദ പറയും, അരവിന്ദേട്ടാ ഇതൊക്കെ എവിടെ പോയി അവസാനിക്കും? നമുക്ക് അവളുടെ ജീവിതമല്ലേ വലുത്, അല്ലാതെ എന്നും പറഞ്ഞ് അങ്ങോട്ട് മാറിപ്പോകൂട്ടോ. അരവിന്ദനും എഴുന്നേറ്റ്. അപ്പോൾ കാവേരി ചെല്ലും, അച്ഛാ ചേച്ചിക്ക് വിനീതേട്ടനെ ഇഷ്ടമല്ലെങ്കിലും വിനീതേട്ടന് ഒരുപാട് ഇഷ്ടമാണ് ചേച്ചിയെ. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ മറ്റൊരാലോചനയായിട്ട് പോയാൽ അത് വിനീതേട്ടൻ്റെ മനസ്സിന് താങ്ങാൻ പറ്റുമോ? മോളെ, നമ്മൾ വിനീതനെ മാത്രമല്ല ഇവളെയും പരിഗണിക്കണ്ടേ? ഇവൾക്ക് ഇഷ്ടമില്ലാത്തൊരു ജീവിതത്തിലേക്ക് ഇവൾ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ തള്ളിവിടുന്നത് എങ്ങനെയാ? ഒരച്ഛനെന്ന നിലയ്ക്ക് എനിക്ക് ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ല മോളെ എന്ന് അരവിന്ദൻ കാവേരിയോടും പറയുക. നമുക്ക് വേറൊരു കല്യാണാലോചന നോക്കാം, അവളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള, എന്നിട്ടേ ഞാൻ ഇനി പുറത്തോട്ട് പോകുന്നുള്ളൂ എന്ന് പറയാം. അപ്പോൾ ശാരദ ചോദിക്കും, നിങ്ങൾ ഇനിയും പുറത്ത് പോവാണോ അരവിന്ദേട്ടാ? അതെ, ഇനിയും പോകണം. നമ്മുടെ കാര്യങ്ങളൊന്നും ഒരിടത്തും എത്തിയിട്ടില്ലല്ലോ. ഇനി ഇപ്പം എന്തായാലും ഗംഗയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പോകുള്ളൂ. അതിനുശേഷം യമുനെ പഠിപ്പിച്ച് കളക്ടറാക്കണം. അതിനൊക്കെ ഒരുപാട് കാശ് വേണം. പിന്നെ കാവേരി മോളുടെ കല്യാണം, അത് കഴിഞ്ഞ് നിളമോളുടെ കല്യാണം, ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നതിന് ശേഷമേ എല്ലാം നിർത്തി മടങ്ങി ഇവിടെ വന്ന് സമാധാനത്തോടെ ജീവിക്കാൻ എനിക്ക് പറ്റൂ. നമ്മുടെ ഉത്തരവാദിത്തങ്ങളൊന്നും ഒരിടത്തും എത്തിയിട്ടില്ലല്ലോ ശാരദേ എന്ന് പറയാണ്. എന്നാലും ഇവിടെ ഉള്ളതൊക്കെ വെച്ച് നമുക്ക് ജീവിച്ചാൽ പോരെ അരവിന്ദേട്ടാ? ഒരുപാട് വലിയ ബന്ധങ്ങളിലേക്കൊക്കെ പോയി ഒരുപാട് കടം വരുത്തി എന്തായാലും മറ്റൊരു കല്യാണാലോചന നോക്കാം. അല്ലാതെ മോൾക്ക് ഇഷ്ടമില്ലാതെ ഒന്നും നമുക്ക് നടത്താൻ പറ്റില്ലല്ലോ. സുജാതയൊക്കെ ഇത് കേൾക്കുമ്പം വന്ന് വലിയ പ്രശ്നം ഉണ്ടാക്കില്ലേ അരവിന്ദേട്ടാ? നമ്മളിപ്പം അവളെയും അമ്മേനെയും ഒക്കെ നോക്കിക്കൊണ്ടിരുന്ന ഒന്നും ഒരിടത്തും എത്താൻ പോകുന്നില്ല. നമ്മളുടെ മോളുടെ ജീവിതമാണ്, അവളുടെ ജീവിതം നശിച്ച് കാണാൻ നമുക്ക് പറ്റുമോ എന്ന് അരവിന്ദൻ ചോദിക്കാം. ഇനിയും അരവിന്ദേട്ടൻ പോയാൽ ഇത് എത്ര കൊല്ലമായി അരവിന്ദേട്ടാ? ഞാനിവിടെയും അരവിന്ദേട്ടൻ അവിടെയുമായിട്ട് വർഷം എത്രയായി? നമുക്ക് ഒരുമിച്ചൊന്ന് ജീവിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ശാരദ കരയൂട്ടോ. നീ കരയല്ലേ, നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടിയല്ലേ ഈ കഷ്ടപ്പെടുന്നതെല്ലാം. നമുക്കും ദൈവം നല്ലൊരു ജീവിതം കാത്തു വെച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് ശാരദയെ ചേർത്ത് നിർത്തി കരയൂട്ടോ. അപ്പോൾ ഇതെല്ലാം ഗംഗ കണ്ടുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ പുറത്ത് പോയി മുത്തശ്ശി ദേഷ്യപ്പെട്ട് തണുപ്പ് അടിച്ച് മുറ്റത്ത് നിൽക്കുക. അപ്പോൾ പെട്ടെന്ന് ഒരു ഷാള് കൊണ്ട് അരവിന്ദൻ അങ്ങ് പുതപ്പിക്കും. നീ എന്നെ കൂടുതൽ പുതപ്പിക്കാനൊന്നും നിൽക്കണ്ട. ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ആ പെണ്ണ് പറയുന്നതും കേട്ട് എൻ്റെ കൊച്ചുമോനെ വേദനിപ്പിക്കാനാ നിന്റെ മനസ്സ് തയ്യാറായിട്ട് നിൽക്കുന്നതെങ്കിൽ അതിന് ഞാൻ സമ്മതിച്ച് തരില്ല. ഞാൻ ജീവനോടെ ഇരിക്കുമ്പം അവനെ അല്ലാതെ വേറൊരാളെ ഗംഗ കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അമ്മയ്ക്ക് എന്തിനാ ഇത്ര വാശി? അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അവളെ പിടിച്ച് നിർബന്ധിച്ച് കെട്ടിക്കാൻ പറ്റുമോ എന്ന്
അരവിന്ദൻ ചോദിക്കും. പിന്നെ പണ്ടത്തെ കാലത്ത് ആരെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടാണോ ഓരോരുത്തരെ കല്യാണം കഴിക്കുന്നത്? അച്ഛനും അമ്മയും നീ ഇവനെ കെട്ടണം എന്ന് പറയും, എന്നിട്ട് കല്യാണം കഴിക്കും. അല്ലാതെ അവരുടെ ഒന്നും ഇഷ്ടം പോലും ചോദിക്കാറില്ല. ആ കാലമാണോ അമ്മ ഇന്ന്? അവൾക്ക് ഇഷ്ടമില്ലാതെ ആ ബന്ധത്തിലോട്ട് തള്ളിവിട്ടിട്ട് അവൾക്കതൊട്ടും ഉൾക്കൊള്ളാതെ വന്ന രണ്ടുപേരുടെയും ജീവിതം ഒന്നുമില്ലാതായി പോവില്ലേ എന്ന് അരവിന്ദൻ പറയും. നീ എന്നെ ഒന്നും പറഞ്ഞ് മനസ്സ് മാറ്റാൻ നോക്കണ്ട അരവിന്ദ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. വിനീത് ഗംഗ അല്ലാതെ മറ്റൊരാളെ എന്തായാലും കല്യാണം കഴിക്കില്ല, ഗംഗയ്ക്കും അവൻ മതി എന്ന് പറഞ്ഞ് വാശി പിടിച്ചങ്ങ് കയറിപ്പോവേ. അതേസമയം പിറ്റേ ദിവസം രാവിലെ നവീനാണെങ്കിൽ നല്ല ചോളമൊക്കെ കഴിച്ച് ഇങ്ങനെ ഫോണൊക്കെ വിളിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ ആ വഴിക്ക് പെട്ടെന്ന് നമ്മുടെ കാവേരി അങ്ങ് വരിക. അപ്പോൾ കാവേരി കാണുമ്പോൾ ഫോൺ കട്ട് ചെയ്യുവാണേ. അപ്പോൾ ഫോൺ കട്ട് ചെയ്യുമ്പോൾ ചോദിക്കും, ഓ ഇവിടെ ഉണ്ടായിരുന്നോ അമുൽ ബേബി എന്ന് കാവേരി ചോദിക്കും. നീ എന്താ എന്നെ അങ്ങനെ വിളിച്ചേ? അല്ല, ഇന്നലത്തെ പ്രകടനമൊക്കെ കണ്ടാൽ ആരാണേലും അങ്ങനെ വിളിക്കും. എന്തൊക്കെയായിരുന്നു, ഒരു ചെറിയ തരി വീണതിനല്ലേ നിങ്ങൾ ഇന്നലെ കിടന്ന് ആ ബഹളമെല്ലാം വെച്ചതൊക്കെ കിടന്നു തുള്ളുന്നു, കൈ വലിക്കുന്നു, എന്നതായിരുന്നു. നിങ്ങളുടെ അമ്മയോ അയ്യോ ഇള്ള കുഞ്ഞിനെ എടുത്ത് ഒക്കത്ത് പിടിച്ച് താരാട്ടും കൂടി പാടാത്തതിൻ്റെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു വാവ വന്നിരിക്കുന്നു. നാണം ഉണ്ടോ നിങ്ങൾക്ക്? ആ പ്രശ്നങ്ങളൊക്കെ ഇത്രയും വഷളാക്കി എൻ്റെ തലയെ കൊണ്ട് എല്ലാം കൂടി ഇട്ടപ്പോൾ നിങ്ങൾക്ക് തൃപ്തിയായി കാണുമല്ലോ. അയ്യോ അങ്ങനെയൊന്നും കരുതി ചെയ്തതല്ല കാവേരി, സോറി എന്ന് പറയാം. ഓ നിങ്ങളുടെ ഒരു സോറി, അയ്യോ എന്തേ നിങ്ങളുടെ അമ്മ? ആ സോറി അവർക്ക് വേണ്ടി കൊടുക്കുക. അല്ല, ഇന്നലത്തെ നിങ്ങളുടെ അമ്മയുടെ പ്രകടനം കണ്ടപ്പോൾ ഞാൻ കരുതി ഒരു നിബിള് കുപ്പി എടുത്ത് നിങ്ങളുടെ വായി വെച്ച് തരുമെന്ന്. വാരി തരട്ടെ കുഞ്ഞുവാവിക്ക്. അയ്യേ ഇത്രയും വലിയൊരു തടിമാടനെ കൊണ്ട് അവർ കൊഞ്ചിക്കൽ കണ്ട ആർക്കായാലും ഛർദ്ദിക്കാൻ വരും എന്നും പറഞ്ഞിട്ട് കാവേരി അവിടെ നിന്ന് അങ്ങോട്ട് പോകും കേട്ടോ. അപ്പം നവീനാണ് ചമ്മി അവിടെ നിൽക്കും. കാവേരിയുടെ വർത്താനം സംസാരമൊക്കെ കേൾക്കുമ്പം നവീൻ അങ്ങോട്ട് ചിരി വരികയും ചെയ്യുന്നുണ്ട്. അതേസമയം നമ്മുടെ വിനീതാണ് വീട്ടിലേക്ക് ചെല്ലുക. വീട്ടിലാണ് സുജാത കപ്പയൊക്കെ പൊളിച്ചുകൊണ്ട് നിൽക്കുക. അമ്മേ ഇന്നെന്താ വിശേഷം? അല്ല ഓണമൊക്കെ അല്ലേ, അതുകൊണ്ടാ ഓരോരോ പരിപാടിയിലാണ്. എൻ്റെ മക്കൾക്ക് എൻ്റെ ക്ഷേമ വിവരങ്ങളൊന്നും അന്വേഷിക്കാനല്ല ഒരിക്കലും സമയം കിട്ടാറില്ലല്ലോ. അമ്മ എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് പണിയെടുക്കണ്ടേ? അമ്മയ്ക്ക് വേണ്ടി ഒരു മരുമകളെ കൊണ്ടുതരാൻ എനിക്ക് സമ്മതം അമ്മേ. നീ കൂടുതലൊന്നും പറയണ്ട. നിന്റെ അനീത്തി ഉണ്ടായിരുന്നല്ലോ ഒരുത്തി, അവളിവിടെ പോരെ നിറഞ്ഞു നിന്നപ്പം ഉള്ള സ്വർണവും പൈസയൊക്കെ കൊടുത്ത് അവളെ ഞാനങ്ങ് കെട്ടിച്ചു വിട്ടു. അപ്പോൾ അവളുടെ വർത്താനം എന്നായിരുന്നു? എല്ലാ ആഴ്ചയും ഞാൻ അമ്മേനെ കാണാൻ വരും, അമ്മയ്ക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കാൻ മറക്കരുത്. ഇപ്പോൾ ഓണത്തിന് സംക്രാന്തിക്കും വന്നാലായി പോയാലായി ആ അവസ്ഥയിലാണ്. ഇനിയിപ്പം മരുമോള് വന്നാലും എന്നെ സഹായിക്കുന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ ബോധമൊന്നുമില്ല. കാരണം നീ അവളെ ആ റൂമിൽ നിന്ന് പുറത്തിറക്കിയിട്ട് വേണ്ടേ, നീ അവളെ ഇവിടെ കൊണ്ടുപോയി വല്ലോ രൂപക്കൂട്ടിൽ ഇരുത്താതിരുന്നാൽ മതി. അങ്ങനെയൊക്കെ സുജാത പറയൂട്ടോ. അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അമ്മ എന്തൊരു ടോക്സിക്കാ അമ്മേ എന്ന് ചോദിക്കും. ഓ എൻ്റെ മോനെ ഇത്രയ്ക്കൊക്കെ ഇംഗ്ലീഷ് പറയാൻ അറിയായിരുന്നോ? വലിയ കാര്യമായി പോയി. ഞാൻ പോവാ, ഇവിടെ ഞാൻ ഇരുന്നാലേ അമ്മയായിട്ട് പിണങ്ങും എന്ന് പറഞ്ഞ് പോകാനായിട്ട് തുടങ്ങും. അല്ല നീ ദേഷ്യപ്പെട്ട് പോകുന്നും വേണ്ട. ഈ ടോക്സിക് ആയിട്ടുള്ള അമ്മയെ എന്തായാലും അരവിന്ദൻ്റെ വീട്ടിൽ പോയി നിനക്ക് പെണ്ണാലോചിച്ചാലോ എന്ന് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. നിൻ്റെ അനിയത്തിയും കൂടി വന്നു കഴിഞ്ഞിട്ടാട്ടെ. ഇന്ന് വൈകുന്നേരം നിൻ്റെ അനിയത്തിയും കൊച്ചും വരും, കുറച്ച് സ്നാക്സും കൂടി മേടിച്ചുകൊണ്ട് പോരെ. പൊന്നുമോക്ക് സ്നാക്സ് ഒക്കെ കഴിക്കാനാ ഇഷ്ടം എന്ന് പറയട്ടോ. അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷത്തോടു കൂടി നമ്മുടെ വിനീത് കടയിലോട്ട് പോവുകയാണേ. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.